ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത്രയും ജെന്യൂൻ ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതില് ആ ഒരു പേരിലാണ് ഞാനിപ്പോ ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ആൾക്കാരോട് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കാണും ജിൻഡോ കപ്പെടുത്ത എന്റെ പൊന്നെ ഭയങ്കര വലിയ ഹിസ്റ്ററി ആയിരിക്കും. റസ്മിന്റെ മാതാവ് പറയുന്നത് ജിൻഡോ കപ്പെടുക്കണോ മദർ യു ആർ ജിൻഡോ ഫാൻ. ജിൻഡോ ബ്രോ എന്താണെന്നുള്ളത് മനസ്സിലാവാൻ പറ്റാറില്ല. മന്തി എവിടെ റസ്മിൻ പറഞ്ഞ കേട്ടോ, ഞാനവിടെ ഫേക്കായിട്ട് നിന്ന് പിന്നെ ജെന്യൂനായിട്ട് നിന്നുകൊണ്ട് ഔട്ടാക്കിയെന്ന്, അല്ലാതെ നീ അവിടെ മോശമായിട്ട് കളിക്കുന്നതുകൊണ്ടല്ല നിന്നെ ഔട്ടാക്കിയത് അവിടെ നിന്ന് കേട്ടോ. പിന്നെ ജിൻ്റെ കപ്പ് കൊണ്ടുപോയാലും നിന്നെ വന്ന് കടിക്കും ആരെങ്കിലും വന്ന്. അവിടെ കൊതുകാല് വെട്ടുന്ന പരിപാടി കാണിക്കും. ജാസ്മിൻ ഉണ്ടെങ്കിൽ അവളുടെയും കൊതിഞ്ഞുണ്ടെങ്കിൽ കേട്ടോണ്ട് പിന്നെ അവിടെയും നക്കി ഇവിടെയും നക്കി അങ്ങനെയൊക്കെ നടക്കുമല്ല. നീ എന്തോ അതിനകത്ത് ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ ഒരാഴ്ച ചുമ്മാ വായിട്ട് അലയ്ക്കുമല്ലാതെ നീ എന്തോ ചെയ്തോളൂ? എടി നിക്കറമ്മച്ചി, ജിൻഡോ കപ്പ് കൊണ്ടുപോകും, അല്ലാതെ നീ പറയുന്ന പോലെ ജാസ്മിനോ അതോ അവളുടെ അച്ഛനോ കൊണ്ടുപോകില്ല. ജിൻഡോയുടെ സ്വഭാവം എന്തുവന്ന് ആ റിപ്പോർട്ടർ ചോദിച്ചപ്പം അവള് പറഞ്ഞ കേട്ടു, എനിക്കറിയത്തില്ലെന്ന്. ഇവള് മത്സരിക്കാൻ തന്നെയാണോ അതിൽ പോയി, അതോ ഡാൻസ് കളിക്കാനോ അതോ സിനിമ കാണാനോ? കഷ്ടം. ജിൻഡോ എന്താണ്? വണ്ടി എവിടെയാ? മുന്നോട്ടോ പിള്ളേരെ കൈ പിടിക്കും. ജിൻഡോ ഫേക്ക് ആണെന്നുണ്ടോ? ജിൻഡോ എന്താണെന്ന് എനിക്കറിയില്ല. ജിൻഡോന്റെ യഥാർത്ഥ മുഖം ആൾക്കാര് എങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കണേന്ന് എനിക്കറിയില്ല. അയ്യോ ഗൈസ്, റസ്മിന്റെ ഫാൻസിനോട് എന്താ പറയാനുള്ളത്? എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 73 ദിവസമൊക്കെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനു മുന്നേ ഒരു കോമണറും അങ്ങനെ അത്രയും നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത്. ഇനിയിപ്പോ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് റസ്മിന്റെ തീരുമാനം? വല്ലാത്ത ചോദ്യമായി പോയല്ലോ. ജിൻഡോ എന്താന്ന് അറിയത്തില്ലെന്ന് അവൾക്ക്, ജിൻഡോയുടെ മുഖം എന്താന്ന് അറിയത്തില്ലെന്ന്. ഇത്രയും നാളും 73 ദിവസം ബിഗ് ബോസ് നിന്നിട്ട് ജിൻഡോയുടെ മുഖം എന്താന്ന് അറിയത്തില്ലെന്ന് ഇത്രയും നാള് കണ്ടിട്ട് വാടി. അതിന് നിനക്ക് ഇത് ഫാൻസ് ഒക്കെ ഉണ്ടോ? നിനക്ക് റസ്മിൻ ഫാൻസ് ഞാൻ ഇതുവരെ കണ്ടില്ല. നീ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയോ പച്ച പിടിച്ചു പോകുന്നേ ഉള്ളു നീ. അതിന് നീ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ തന്നെ വന്നയാണോ നീ? നീ ഒരു കോഴിയാന്ന് തോന്നുന്നു, കാട്ടുകോഴി. ആദ്യത്തെ വന്ന ആഴ്ച തന്നെ ഗബ്രിയുടെ പുറമെ നടന്നു, എനിക്ക് ഗബ്രി ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട്. അത് പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ഏൽക്കില്ല എന്ന് വിചാരിച്ചപ്പം ജാസ്മിൻ പതി നൈസായിട്ട് ഒഴിവാക്കി വിട്ടയാ റസ്മിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈൽഡ് കാർഡായിട്ട് അഭിഷേക് വന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ എൻ്റെ ക്രഷ് 3 പേരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. തീരുമാനം വല്ലാത്ത ചോദ്യമായി പോയല്ലോ. പുറത്തിറങ്ങിയതല്ലേ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പോലും ഇത്ര നാളും അവിടെ ബിഗ് ബോസ് നിന്നതിൽ ഏറ്റവും കൂടുതൽ സൗഹൃദം ആരുടെ ആയിരിക്കും? എനിക്ക് അവിടെ നോറ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അപ്സര ഉണ്ട്, ശ്രീതു ഉണ്ട്, അർജുൻ ഉണ്ട്. എല്ലാവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാ. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളുണ്ടാവല്ലോ. ഹൃദയത്തോട് നിങ്ങൾ സമ്മതിക്കൂല. അല്ല, എനിക്ക് കപ്പടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുള്ള 2 വ്യക്തികളാണ്. ഒന്ന് ജാസ്മിൻ, ഒന്ന് അപ്സര. അവിടെ ഏറ്റവും കൂടുതൽ ഡിസർവിംഗ് ആയി നിൽക്കുന്ന 2 പേര് ജാസ്മിനും അപ്സരയുമാണെന്ന്. എന്തുകൊണ്ട് ജാസ്മിൻ്റെ പേരും അപ്സരയുടെ പേരും പറഞ്ഞു? അവിടെ ഒരുവിധം നല്ലതായിട്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നല്ലതായിട്ട് കളിക്കുന്നത് ഫസ്റ്റ് ജിൻഡോ, സെക്കൻഡ് അഭിഷേക്, പിന്നെ തേർഡ് അർജുൻ. അവിടെ ഇവിടെയും കിടക്കാത്ത 2 പേരെ കൊണ്ടിട്ടേക്കും, ജാസ്മിനും അപ്സരയും. ജാസ്മിൻ്റെ കളി അറിയാം, ആദ്യമേ തൊട്ട് ലവ് ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആ പാവത്തിനെ വിളിച്ച് വെളിയിൽ കളഞ്ഞു. പിന്നെ അപ്സര എന്ത് ചെയ്യും? അവിടുത്തെ ഒരു കൊച്ചു ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദി എന്നൊക്കെ വേണം പറയാൻ. ഇപ്പൊ ഓരോ അവൾക്കെതിരെ എന്ത് പ്രവർത്തിച്ചാലും അവള് ഒരു ചെറുതായിട്ട് ശപിക്കുന്ന പോലെ ഇപ്പം ആയിക്കൊണ്ടിരിക്കുക അപ്സര. ജാസ്മിൻ ഇപ്പം വൃത്തിയും ഇല്ല, ഇപ്പൊ നോറയുടെ പുറകെ നടക്കും ഇപ്പൊ അടുത്ത വഴക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അപ്സരയാണ്.
പിന്നെ ജാസ്മിനെതിരെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവള് നല്ലൊരു അടിപൊളി ഗെയിമറാണ്. നന്നായിട്ട് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ജാസ്മിന്റെ പേരൻസ് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മാല മേടിച്ചു കൊണ്ടുപോയി, ഫോട്ടോ മേടിച്ചു കൊണ്ടുപോയി, അതൊക്കെ എന്താ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു ശരിക്കും? വന്ന വണ്ടി അല്ല, ഈ ബിഗ് ബോസിൽ പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബിഗ് ബോസിൽ പോയതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഇപ്പൊ പറയാ, അത് വേറൊരു ലോകമാണ്. ഞാനിപ്പോ ഇപ്പൊ 2 ദിവസമായി എവിക്ഷൻ കഴിഞ്ഞ് ഞാൻ റൂമിലിരിക്കുമ്പോൾ അതും വേറൊരു ലോകം, ഇപ്പൊ എനിക്ക് വേറൊരു ലോകമാണ്. മൊത്തത്തില് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ബിഗ് ബോസ്. ശരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമർ ബിഗ് ബോസ് ആണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മള് ചിലപ്പോ ഗെയിമിന്റെ സമയത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ബിഗ് ബോസ് അതൊക്കെ മാറ്റി തരും. അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും നല്ല ബിഗ് ബോസിന്റെ അകം വേറെ ലോകമാണ്, അത് ഭൂമിയല്ലെന്ന്. പിന്നെ അപ്സര നല്ലൊരു ഗെയിമറാണ്. പിന്നെ ജാസ്മിൻ കുറച്ച് കുറ്റമെല്ലാം മാറ്റി വെച്ച് അവൾ നല്ല ഗെയിമറാണ്. അവളെ മാറ്റുവാണെങ്കിൽ അവളെ ഫുള്ളായിട്ട് മാറ്റണം, അല്ല അവളെ കുറ്റമല്ല മാറ്റണം, അടങ്കലായിട്ട് മാറ്റണം അവള്. എന്നാലേ ബിഗ് ബോസ് ഗതി പിടിക്കത്തുള്ളൂ. അവസാനം ട്വിസ്റ്റ് ഇത്രയെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം പറയുക ബിഗ് ബോസ് ഏറ്റവും വലിയ ഗെയിമറെന്ന്. അപ്പോൾ അതിൽ വന്ന ബാക്കിയുള്ളമാരും പൊട്ടന്മാര് ഇടി നിന്നെയൊക്കെ മറ്റേ തേക്കാത്ത ഭിത്തിയില്ലേ, അവിടുന്ന് ഇങ്ങനെ ഉഴച്ചോണ്ട് നടക്കണം. അല്ലേ ഈ ടാറിട്ട പുതിയ റോഡ് വെയിലത്ത് അവിടെ നിന്നെ കയറിട്ട് വലിച്ചോണ്ട് നടക്കണം. നിന്നെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ളൂ. മോള് വീട്ടിൽ പോയിട്ട് ഫാൻസ് ആർക്കാ കൂടുതലുള്ളതെന്ന് ഫോണിൽ നോക്ക്, എന്നിട്ട് ഇതിലൊക്കെ ലൈവ് ചെയ്യുക കേട്ടോ മോളെ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കുറേ വരുന്നതായിരിക്കും.